ഹായ് എവരിവൺ, ദിസ് ഈസ് ജിബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 6ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ 7ാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ടൗൺസ്, ട്രേഡേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ് എന്നാണ്. അതിലെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫിഷിംഗ് ഇൻ ട്രബിൾ വാട്ടേഴ്സ്, മസുലിപട്ടണം. മസുലിപട്ടണം എന്ന ഒരു ടൗൺ, ഇതിനു മുമ്പ് 2 ടൗണുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഹംപിനെ കുറിച്ചും സൂറത്തിനെ കുറിച്ചും. ഇപ്പോൾ മസുലിപട്ടണം മച്ചിലിപട്ടണം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ടൗണാണ്. അപ്പോൾ ആ ടൗണിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ കച്ചവടക്കാർ തമ്മിലടി ഉണ്ടാക്കി അങ്ങനെ ഒരു ട്രബിൾ വാട്ടേഴ്സിൽ ചിലർ അവരവരുടെ കാര്യങ്ങൾ നേടിയെടുത്ത അതിനെക്കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മസുലിപട്ടണത്തെക്കുറിച്ചിട്ട്. ദ ടൗൺ ഓഫ് മസുലിപട്ടണം ഓർ മച്ചിലിപട്ടണം. മച്ചിലി എന്ന് പറയുന്നത് മീൻ, മച്ചിലിപട്ടണം എന്ന് അതിനെ വിളിക്കുന്നത് മീൻപിടുത്തം ആ തുറമുഖത്ത് അല്ലെങ്കിൽ ആ കടൽ തീരത്തെ ഒരു ടൗൺ ആയിരുന്നു അത്. ഈ മസുലിപട്ടണം അല്ലെങ്കിൽ അതിനെ മച്ചിലിപട്ടണം എന്നും വിളിക്കുന്നു. ലിറ്ററലി ഫിഷ് പോർട്ട് ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ പിടിച്ച് ആൾക്കാർ വ്യവസായം നടത്തുന്ന ഒരു ടൗൺ. അതുകൊണ്ടാണ് മച്ചിലിപട്ടണം അല്ലെങ്കിൽ മസുലിപട്ടണം എന്ന് വിളിച്ചത്. ലേ ഓൺ ദ ഡെൽറ്റ ഓഫ് കൃഷ്ണ റിവറിൻ്റെ ഡെൽറ്റയിൽ ഒരു റിവർ വന്ന് അതിനെ കടലിലോട്ട് ചേരുന്ന അവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ട് കുറേ ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് പറയുന്നത് ഡെൽറ്റ എന്ന് പറയുന്നത്. കൃഷ്ണ റിവറിൻ്റെ ഡെൽറ്റയിലുള്ള ഒരു പട്ടണമായിരുന്നു ഈ മസുലിപട്ടണം അല്ലെങ്കിൽ മച്ചിലിപട്ടണം എന്ന് പറയുന്നത്. ഇൻ ദ 17th century ഇറ്റ് വാസ് എ സെൻറ്റർ ഫോർ ഇൻറ്റൻസ് ആക്ടിവിറ്റി. 17th century ഈ മസുലിപട്ടണം എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ആക്ടിവിറ്റി, ഒരുപാട് കച്ചവടം, ഒരുപാട് ട്രേഡ് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഇതെവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഇന്ത്യയുടെ മാപ്പാണ്. ഇന്ത്യയുടെ മാപ്പിൽ നമുക്ക് മച്ചിലിപട്ടണം അല്ലെങ്കിൽ മസുലിപട്ടണം എവിടെയാണ്? വിശാഖപട്ടണത്തിനടുത്ത്, ആന്ധ്രയുടെ തീരത്തിലാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തീരത്തിൽ വിശാഖപട്ടണത്തിനടുത്താണ് ഈ മച്ചിലിപട്ടണം എന്ന ടൗൺ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കൃഷ്ണ റിവർ ഇവിടെ കാണാൻ പറ്റും. കൃഷ്ണ റിവറുടെ നിന്ന് ഈ മഹാരാഷ്ട്രയിൽ നിന്ന് തുടങ്ങി കർണാടകത്തിലൂടെയും ആന്ധ്രയിലൂടെയൊക്കെ പാസ് ചെയ്ത് ഈ കൃഷ്ണ റിവർ പോയി എവിടെ പോയിട്ട് ഇതാവുന്നു? ബേ ഓഫ് ബംഗാളിൽ പോയിട്ട് ചേരുന്നു. അപ്പോൾ ഈ റിവറിനെയാണ് പറയുന്നത് കൃഷ്ണ റിവർ. ഈ കൃഷ്ണ റിവറിൻ്റെ ഈ ഡെൽറ്റ ഇവിടെ എവിടെയാണോ ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ പോയിട്ട് ചേരുന്ന ആ സ്ഥലത്ത് ഡെൽറ്റയാണ്. അവിടെയാണ് ഈ മച്ചിലിപട്ടണം അല്ലെങ്കിൽ മസുലിപട്ടണം ഉള്ളത്. ഇതാണ് കൃഷ്ണ റിവറും കൃഷ്ണ റിവറിൻ്റെ ബേസിനും ഡെൽറ്റയും ഒക്കെ അവിടെയുള്ളൊരു പട്ടണമായിരുന്നു മച്ചിലിപട്ടണം. ഒരുപാട് ട്രേഡ് കച്ചവടങ്ങൾ നടന്നു വരുന്ന സ്ഥലമാണ്. ബോത്ത് ദ ഡച്ച് ആൻഡ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒക്കെ അറ്റംപ്റ്റഡ് ടു കൺട്രോൾ മസുലിപട്ടണം ആസ് ഇറ്റ് ബിക്കെയിം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർട്ട് ഓൺ ദ ആന്ധ്ര കോസ്റ്റ്. ആന്ധ്രയുടെ തീരത്ത്, ആന്ധ്രാപ്രദേശിൻ്റെ തീരത്ത് ഈ മസുലിപട്ടണം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ പ്രാധാന്യമുള്ള ഒരു പോർട്ടായിരുന്നു, തുറമുഖമായിരുന്നു. കപ്പലൊക്കെ വരുന്നതും നങ്കൂരമിടുന്നതും അതുപോലെ തന്നെ സാധനങ്ങൾ ഇറക്കുന്നതും സാധനങ്ങൾ കയറ്റുന്നതും അങ്ങനെ കച്ചവടത്തിൻ്റെ ഒരു സെൻറ്ററായിരുന്നു. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർട്ട് ആന്ധ്രയുടെ തീരത്ത്, ആന്ധ്രയുടെ കടൽ തീരത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് പോർട്ടായിരുന്നു ഈ മസുലിപട്ടണം. അതുകൊണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഒക്കെ അവരെല്ലാം ആ മസുലിപട്ടണം അവരുടെ കീഴിലാക്കാനായിട്ട് ശ്രമിച്ചു. അവിടെ ട്രേഡ് ചെയ്യാൻ, അവിടെ കച്ചവടം നടത്താൻ അതിൻ്റെ കൺട്രോള് സ്വന്തം കീഴിൽ ഡച്ചുകാർ അവരുടെ കീഴിലാക്കാൻ ശ്രമിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ കീഴിലാക്കാനും ശ്രമിച്ചു. അങ്ങനെ മത്സരിച്ചു കൊണ്ടിരുന്നു. ദ ഫോർട്ട് അറ്റ് ദ മസുലിപട്ടണം വാസ് ബിൽറ്റ് ബൈ ദ ഡച്ചാണ് അവിടെ ഉണ്ടായിരുന്ന ഫോർട്ട്, കോട്ട ഉണ്ടാക്കിയത്. മസുലിപട്ടണത്തെ കോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് ഡച്ചാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ഡച്ചുകാരാണ് ഉണ്ടാക്കിയത്. കുത്തബ് ഷാഹി റൂളേഴ്സ് ഓഫ് ഗോൽക്കൊണ്ട imposed royal monopolies on the sale of textiles, spices and other items to prevent the trade passing completely into the hands of the various East India companies.
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഒരുപാട് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ഉണ്ടായിരുന്നു. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അങ്ങനെ ഇതെല്ലാം ഈ യൂറോപ്പിൽ നിന്ന് വന്ന കച്ചവടക്കാരാണ്. അപ്പോൾ യൂറോപ്പ് ഇവിടെയാണെങ്കിൽ ഇന്ത്യ ഇവിടെ കിടക്കുന്നത്, ഇന്ത്യ. അപ്പോൾ യൂറോപ്പിൻ്റെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ. യൂറോപ്പിൽ നിന്ന് കിഴക്ക് ഭാഗത്തുള്ള കച്ചവടം തേടി വന്ന ആൾക്കാരാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ. അപ്പോൾ യൂറോപ്പിൽ പല രാജ്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അവരുടെ എല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനീസാണ്, ഓരോരുത്തരുടെയും ഓരോരോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പോൾ ഈ കുത്തബ് ഷാഹി റൂളേഴ്സ് ഓഫ് ഗോൽക്കൊണ്ട എന്ന സ്ഥലത്തെ കുത്തബ് ഷാഹി റൂളേഴ്സ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ഇമ്പോസ്ഡ് റോയൽ മൊണോപോളീസ് ഓൺ ദ സെയിൽ ഓഫ് ടെക്സ്റ്റൈൽസ്. അപ്പോൾ ഈ കുത്തബ് ഷാഹി റൂളേഴ്സ്, ഗോൽക്കൊണ്ടയിലെ കുത്തബ് ഷാഹി റൂളേഴ്സ് അവരുടെ ഓരോ മോണോപോളി ടെക്സ്റ്റൈൽസിൻ്റെ തുണികളുടെ വിൽപ്പനയിലും സ്പൈസസ് മസാലകളുടെ വിൽപ്പനയിലും ഈ പെപ്പറും ജിഞ്ചറും അങ്ങനെയുള്ള എല്ലാ മസാലകളുടെ വിൽപ്പനകളിലും ഒക്കെ അവരുടെ മോണോപ്പൊളി അവർ കൺട്രോൾ ചെയ്യുമായിരുന്നു. അവരെന്തിനാ കൺട്രോൾ ചെയ്ത് അതിനെയൊക്കെ ടു പ്രിവെൻറ്റ് ദ ട്രേഡ് പാസിങ് കംപ്ലീറ്റ്ലി ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് വേരിയസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പല ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ കൈകളിലോട്ട് ഈ കച്ചവടങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടേതായ നിയമങ്ങളൊക്കെ അത് ഈ ട്രേഡിൽ ഈ കച്ചവടത്തിൻ്റെ മേളിൽ ഇമ്പോസ് നടത്തുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ മൊത്തം ട്രേഡും ഈസ്റ്റ് ഇന്ത്യ കമ്പനികളിൽ ചെന്ന് ചേരരുത്, അവരുടെ കയ്യിലോട്ട് ഈ മൊത്തം കച്ചവടം ചെന്ന് ചേരരുത്. അതുകൊണ്ട് ഈ കുത്തബ് ഷാഹി റൂളേഴ്സ്, ഗോൽക്കൊണ്ടയിലെ കുത്തബ് ഷാഹി റൂളേഴ്സ് അവർ പല നിയന്ത്രണങ്ങൾ ഈ കച്ചവടത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫിയസ് കോമ്പറ്റീഷൻ എമംഗ് വേരിയസ് ട്രേഡിംഗ് ഗ്രൂപ്പ്സ്. അങ്ങനെ ഈ പല ഈ കച്ചവട ഗ്രൂപ്പിലും അവരുടെ ഇടയിൽ വളരെ അധികം കോമ്പറ്റീഷൻ, മത്സരം ഉണ്ടായിരുന്നു. ഗോൽക്കൊണ്ട നോബിൾസ്, ഗോൽക്കൊണ്ടയിലെ ഈ ധനികന്മാർ അല്ലെങ്കിൽ സമ്പന്നരായ അവർ, പിന്നെ പേർഷ്യൻ മെർച്ചൻസ്, പിന്നെ കോമത്തി ചെട്ടീസ്, തെലുഗുകാരായ കോമത്തി ചെട്ടീസ് എന്ന് പറഞ്ഞ ട്രേഡിംഗ് ഗ്രൂപ്പ്, യൂറോപ്യൻ ട്രേഡേഴ്സ്, ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരമായിരുന്നു ഈ മസുലിപട്ടണത്തിൽ ട്രേഡ് ചെയ്യാൻ, കച്ചവടം ചെയ്യാനായിട്ട്. മെയ്ഡ് ദ സിറ്റി പോപ്പുലസ് ആൻഡ് പ്രോസ്പെറസ്. അങ്ങനെ ഇവർ മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുന്നത് കൊണ്ട് ആ സിറ്റി, ആ മസുലിപട്ടണം എന്ന സിറ്റി പോപ്പുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പ്രസിദ്ധമായി, അതുപോലെ തന്നെ പ്രോസ്പെറസുമായി, സമ്പന്നവുമായി. എന്ന് പറഞ്ഞാൽ മത്സരിച്ച് കച്ചവടം ആയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുള്ള കച്ചവടം. അപ്പോൾ കച്ചവടം കൂടി, അതുപോലെ തന്നെ പ്രോസ്പെറസ് ആയി, ഫേമസുമായി. As the Mughals began to extend their power to Golconda, their representative, the governor Mir Jumla, who was also a merchant, began to play off Dutch and English against each other. ഇതിൽ പറയുന്നത് ആസ് ദ മുഗൾസ് ബിഗാൻ ടു എക്സ്റ്റെൻഡ് ദെയർ പവർ ടു ഗോൽക്കൊണ്ട. മുഗൾസ് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലായിരുന്നു മെയിനായിട്ട് മുഗൾസിൻ്റെ സാമ്രാജ്യം ഉണ്ടായിരുന്നത്. അവർ മെല്ലെ സൗത്തിലോട്ട് അവർ എക്സ്റ്റെൻഡ് ചെയ്തു, അങ്ങനെ പിടിച്ചടക്കാൻ തുടങ്ങി. ആസ് ദ മുഗൾസ് ബിഗാൻ ടു എക്സ്റ്റെൻഡ് ദെയർ പവർ, അവർ മുഗൾസ് മെല്ലെ സൗത്തിലോട്ട് അവരുടെ പവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ തുടങ്ങി, പിടിച്ചടക്കാൻ തുടങ്ങി. ഗോൽക്കൊണ്ടയും മുഗൾസും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു, സന്ധിയിലായിരുന്നു. അപ്പോൾ ഗോൽക്കൊണ്ട അവരുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു ഗവർണർ മിർ ജുംല വാസ് ഓൾസോ എ മെർച്ചൻ്റ്. അയാളൊരു കച്ചവടക്കാരൻ തന്നെയായിരുന്നു. അപ്പോൾ ഈ മിർ ജുംല ഈ മുഗൾസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ ഗോൽക്കൊണ്ടക്കാരും ഇവരും തമ്മിൽ സന്ധിയിലുണ്ടായിരുന്നു, അവർ തമ്മിൽ കൂട്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ കൂടിയിട്ട് എന്ത് ചെയ്തു, ഈ മിർ ജുംല എന്ന് പറഞ്ഞ അവരുടെ ഗവർണർ, അതുപോലെ തന്നെ അവരൊരു കച്ചവടക്കാരനും കൂടിയാണ് ഈ മിർ ജുംല. അയാൾ എന്ത് ചെയ്തു, ബിഗാൻ ടു പ്ലേ ഓഫ് ഡച്ച് ആൻഡ് ഇംഗ്ലീഷ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയും, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ അവർ തോൽക്കണം. അപ്പോൾ ഇവർക്ക് അവിടെ കൺട്രോൾ ചെയ്യാം, ഇവർക്ക് അവരെ തോൽപ്പിക്കാം. അപ്പോൾ അതിനാണ് ഈ ഡച്ചുകാരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടുപ്പിച്ചത്. ഇൻ 1687 1686 മുഗൾ എംപറർ ഔറംഗസീബ് അനെക്സ്ഡ് ഗോൽക്കൊണ്ട.
ഈ മുഗൾ എംപററിൽ അക്ബറൊന്നും അധികം ഈ സൗത്ത് ഇന്ത്യയിൽ വന്ന് അറ്റാക്ക് ചെയ്തിട്ടില്ല. അവർക്ക് നോർത്ത് ഇന്ത്യയിൽ തന്നെയായിരുന്നു മെയിൻ റോളുകൾ. മെല്ലെ മെല്ലെ ഈ ഔറംഗസീബൊക്കെയാണ്, ഷാജഹാനും ഔറംഗസീബും ഒക്കെയാണ് താഴത്തോട്ട് സൗത്ത് ഇന്ത്യയിലോട്ട് വന്ന് ഈ സ്ഥലങ്ങൾ അനക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അനക്സ്ഡ് വന്നു കഴിഞ്ഞാൽ കൂട്ടിച്ചേർത്തിരുന്നത്, വെട്ടിപ്പിടിച്ചിരുന്നത്. അപ്പോൾ ഈ ഔറംഗസീബ് 1686-87 ഈ ഗോൽക്കൊണ്ട, ഈ ആന്ധ്രാപ്രദേശിലെ മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ്, ആ ഗോൽക്കൊണ്ടയും അവർ പിടിച്ചെടുത്തു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം എവിടെയാണ് മെയിനായിട്ട് മുഗൾസ് ഈ നോർത്ത് ഇന്ത്യയിലെ സ്ഥലങ്ങളായിരുന്നു. മെല്ലെ മെല്ലെ അവർ സൗത്ത് ഇന്ത്യയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ ഇവിടെയാണ് ഈ ഗോൽക്കൊണ്ട, അതിനുള്ള സ്ഥലമാണ് ഈ മസുലിപട്ടണവും. ഈ ഗോൽക്കൊണ്ട അവർ അനക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തു, അവർ പിടിച്ചെടുത്തു. ആരാണ്? ഔറംഗസീബ്. ദിസ് കോസ്ഡ് ദ യൂറോപ്യൻ കമ്പനീസ് ടു ലുക്ക് ഫോർ ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ മുഗൾസ് വന്ന് ഇത് പിടിച്ചെടുത്തു, ഔറംഗസീബ് പിടിച്ചെടുത്തു, ഗോൽക്കൊണ്ട പിടിച്ചു. ആ ഗോൽക്കൊണ്ടയിലുള്ള മെയിൻ സിറ്റിയാണ് മസുലിപട്ടണം. അപ്പോൾ യൂറോപ്യൻ കമ്പനീസിന് വേറൊരു ഓൾട്ടർനേറ്റീവ് നോക്കണമായിരുന്നു, വേറൊരു മാർഗം നോക്കണമായിരുന്നു. ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ വേറെ മാർഗം നോക്കണമായിരുന്നു. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ദ ന്യൂ പോളിസി ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഇനഫ് ഇഫ് എ പോർട്ട് ഹാഡ് കണക്ഷൻ വിത്ത് ദ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഓഫ് ദ ഹിൻഡർലാൻഡ്. അപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പോളിസി, ഒരു പുതിയ പോളിസി പ്രകാരം അവർ വിചാരിച്ചു ഒരു പോർട്ടോ ഒരു പ്രൊഡക്ഷൻ സെൻറ്ററോ ഒന്നും പിടിച്ചെടുക്കുന്നത് അതൊന്നും പോരാ. അവർക്ക് എന്ത് വേണം? എവിടെയാണ് പിടിച്ചെടുക്കുന്നത് അവിടെ ഭരിക്കാനും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനൊക്കെ ഉള്ള റൈറ്റ്സ് വേണം. അപ്പോൾ ഈ മസുലിപട്ടണത്തിൽ ഓൾറെഡി മുഗൾസ്, ഔറംഗസീബ് വന്ന് പിടിച്ചെടുത്തു. അവരുടെ കീഴിലാണ്, അവരാണ് അവിടെ ഭരിക്കുന്നത്, അവരുടെയാണ് അഡ്മിനിസ്ട്രേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരെന്ത് വിചാരിച്ചു? ഇപ്പം നമ്മളിവിടെ ഈ മസുലിപട്ടണത്തിന് വേണ്ടി തല പോഞ്ഞിട്ട് അല്ലെങ്കിൽ തല്ലുകൂടിയിട്ട് ഒരു കാര്യമില്ല എന്ന് അവർ മനസ്സിലായി. അപ്പോൾ the new company trade centers, it was felt, should combine political, administrative and commercial rules. അപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുടെ കമ്പനി ട്രേഡ് സെൻറ്റേഴ്സ് പുതിയതായിട്ട് ഉണ്ടാക്കുമ്പോൾ അവർ വിചാരിച്ചു, ഇറ്റ് വാസ് ഫെൽറ്റ്, അവർക്ക് തോന്നി, ഇറ്റ് ഷുഡ് കമ്പൈൻ പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൊമേഴ്ഷ്യൽ റൂൾസ്. അപ്പോൾ പൊളിറ്റിക്കൽ റോൾ ഉണ്ടായിരിക്കണം, അവരുടെ കൺട്രോളിലായിരിക്കണം ആ ഏരിയ. അഡ്മിനിസ്ട്രേഷൻ, അവിടെ ഭരിക്കുന്നത് അവരായിരിക്കണം. അതുപോലെ തന്നെ അവിടെ കൊമേഴ്ഷ്യൽ റോൾസും, അതായത് കച്ചവടത്തിനുള്ള സാധ്യതകൾ ഉണ്ടായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ പുതിയ ട്രേഡ് റൂൾസിൽ. അവരങ്ങനെ വിചാരിച്ചു, ഇനി എവിടെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു അവിടെയൊക്കെ അവർക്ക് പൊളിറ്റിക്കൽ, അഡ്മിനിസ്ട്രേറ്റീവ്, കൊമേഴ്ഷ്യൽ റോൾസ് എല്ലാം ഉണ്ടായിരിക്കണം. മസുലിപട്ടണത്തിൽ അതൊന്നുമില്ല. ആസ് ദ കമ്പനി ട്രേഡേഴ്സ്, അപ്പോൾ അവരെന്ത് ചെയ്തു? ആസ് ദ കമ്പനി ട്രേഡേഴ്സ് മൂവ് ടു ബോംബെ, കൽക്കട്ട ആൻഡ് മദ്രാസ്. അപ്പോൾ അവിടെ മസുലിപട്ടണത്തിൽ അവരുടെ കയ്യിൽ ഒരു പവറും ഇല്ല, അവർ ഭരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവർ മെല്ലെ എങ്ങോട്ട് മൂവ് ചെയ്തു? ബോംബെയിലോട്ടും കൽക്കട്ട, പ്രസൻറ്റ് ഡേ കൊൽക്കത്ത എന്നാണ് ഇപ്പോൾ പറയുന്നത്. കൽക്കട്ട, പണ്ട് കൽക്കട്ടയായിരുന്നു. പിന്നെ മദ്രാസ്, പ്രസൻറ്റ് ഡേ ചെന്നൈ, ഇപ്പോഴത്തെ ചെന്നൈയായ മദ്രാസിലോട്ടൊക്കെ ഈ കമ്പനി അവരുടെ ട്രേഡ്, അവരുടെ അങ്ങോട്ടെല്ലാം കച്ചവടത്തിനായിട്ട് മൂവ് ചെയ്തു, അങ്ങോട്ട് പോയി. അപ്പോൾ മസുലിപട്ടണം ലോസ്റ്റ് ബോത്ത് ഇറ്റ്സ് മെർച്ചൻറ്റ്സ് ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പോൾ ഈ കച്ചവടക്കാർ പോയപ്പോൾ അവിടെ കച്ചവടം കുറഞ്ഞപ്പോൾ അവിടുത്തെ പ്രോസ്പെരിറ്റി, സമ്പന്നതയും കുറഞ്ഞു. ലോസ്റ്റ് ബോത്ത് ഇറ്റ്സ് മെർച്ചൻറ്റ്സ്, കച്ചവടക്കാരെയും നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ പ്രോസ്പെരിറ്റിയും, സമ്പത്തും നഷ്ടപ്പെട്ടു. ആൻഡ് ഡിക്ലൈൻഡ് ഇൻ ദ കോഴ്സ് ഓഫ് ദ 18th century. 18th centuryയിൽ മെല്ലെ മെല്ലെ ക്ഷയിക്കാൻ തുടങ്ങി, മെല്ലെ മെല്ലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാം കുറഞ്ഞു തുടങ്ങി. പട്ടണം, ആ ഒരു വലിയ സിറ്റി മെല്ലെ മെല്ലെ ചുരുങ്ങി വന്നു. ബീയിങ് ടുഡേ നത്തിങ് മോർ ദാൻ എ ഡയലപ്പിഡേറ്റഡ് ലിറ്റിൽ ടൗൺ. ഡയലപ്പിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ ക്ഷയിച്ച, അല്ലെങ്കിൽ ചെറുതായ, ചുരുങ്ങിയ ഒരു ചെറിയൊരു ടൗണായി മാറി. എന്താന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള കച്ചവടക്കാരെല്ലാം പോയി. കച്ചവടം ഉണ്ടെങ്കിലേ അവിടെ പൈസ ഉണ്ടാവുള്ളൂ, പൈസ ഉണ്ടെങ്കിലേ അവർക്ക് ഇമ്പോർട്ടൻസും ഫെയിമും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കച്ചവടക്കാർ പോയപ്പോൾ അവിടുത്തെ ആ സിറ്റിയും ആ ടൗണും ചെറുതായി മാറി, ക്ഷയിച്ചു ഇതാണ് ഇവിടെ നമുക്ക് കാണാം. ബോംബെ എവിടെയാണ്? ഈ മഹാരാഷ്ട്രേൻ്റെ ഈ ഭാഗത്ത് സൂറത്തിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ബോംബെ, അല്ലെങ്കിൽ മുംബൈ, പ്രസൻറ്റ് ഡേ മുംബൈ.
അതുപോലെ തന്നെ കൊൽക്കത്ത എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലെ ഒരു സ്ഥലമാണ് കൊൽക്കത്ത. അതുപോലെ തന്നെ ചെന്നൈ, മദ്രാസ്, ചെന്നൈ. അപ്പോൾ ഈ മസുലിപട്ടണത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? ബോംബെയിലോട്ടും കൊൽക്കട്ടയിലോട്ടും ചെന്നൈയിലോട്ടും ഒക്കെ അവർ ഇവിടെയായിരുന്നു മസുലിപട്ടണം. അവർ പല സ്ഥലത്തോട്ടും മറ്റ് പല സ്ഥലത്തോട്ടും അവരുടെ കച്ചവടം മാറ്റി. അപ്പോൾ മസുലിപട്ടണം ജയിച്ചു. ഇതായിരുന്നു ഈ മസുലിപട്ടണത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.